ബിഗ് ബോസ് മലയാളം സീസൺ 7 അന്തിമഘട്ടത്തിലിരിക്കെ ഷോയിൽ അപ്രതീക്ഷിത നിമിഷങ്ങൾ. അനുമോളോട് അനീഷ് വിവാഹ അഭ്യർത്ഥന നടത്തി. ഷോയുടെ പുതിയ പ്രോമോയിലാണ് അനീഷിൻ്റെ പ്രപ്പോസൽ. ഷോ അവസാനിക്കാൻ 9 ദിവസം ബാക്കി നിൽക്കുകയാണ് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. വിജയസാധ്യതയുള്ള മത്സരാർത്ഥിയായിരുന്നു അനീഷ്. ഈ സമയത്ത് തൻ്റെ ഗെയിം ശ്രദ്ധ കൊടുക്കാതെ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്ത് വേണ്ടിയായിരുന്നു എന്ന അഭിപ്രായങ്ങൾ. ഒരുപക്ഷെ ഇത് അനീഷിൻ്റെ പ്രാങ്കാകാനും സാധ്യതയുണ്ട്. എന്നെക്കുറിച്ചുള്ള അനുമോളുടെ അഭിപ്രായം എന്താണെന്ന് അനീഷ് ചോദിക്കുന്നു. ആദ്യം വന്ന സമയത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് അനുമോൾ മറുപടി നൽകി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് അനീഷ് ചോദിച്ചു. ഹെമ്മേ എന്നായിരുന്നു ചിരിച്ചുകൊണ്ടുള്ള അനുമോളുടെ പ്രതികരണം. അനീഷ് കാര്യം തുറന്ന് സംസാരിച്ചതിൽ പ്രേക്ഷകർക്ക് അനുകൂലിക്കുന്നുമുണ്ട്. ആ പുതപ്പും തലയണിയും കൊണ്ടുപോയി അനുമോൾക്ക് കൊടുത്തപ്പോൾ തന്നെ മനസ്സിലായി ഇത് കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ എത്തുമെന്ന്. ആശംസകൾ അനീഷേട്ടാ. ചുമ്മാ വായ നോക്കി ഒലിപ്പിച്ച് നടക്കാതെ നേരിട്ട് ചോദിക്കാൻ ധൈര്യമുണ്ടായല്ലോ, അതെനിക്ക് ഇഷ്ടമായി. ഇനി അനുമോൾക്ക് ഇഷ്ടാവോ? അവർ പ്രണയിക്കുന്നതിൽ എന്താണ് കുഴപ്പം? നല്ല രസമായ സംസാരമൊക്കെ കേൾക്കാൻ. പിന്നെ അധികം വെറുപ്പിക്കലില്ല. ആളൊരു നിഷ്കളങ്കനാണ്, അതാണ് മനസ്സിലുള്ളത്. പിന്നീടൊരു നഷ്ടബോധം വേണ്ടല്ലോ ചോദിക്കാമായിരുന്നുവെന്ന്. എല്ലാത്തിനും കാരണം ലാലേട്ടനാണ്. എങ്ങനെ നടന്ന അനീഷ? അവൻ്റെ ഉള്ളിൽ പ്രണയത്തിൻ്റെ തീപ്പന്തം കത്തിച്ചത് ലാലേട്ടനാണ് എന്നിങ്ങനെ അനീഷിനെ അനുകൂലിച്ച് കമൻറ്റുകളുണ്ട്. തുടക്കത്തിൽ എപ്പോഴും വഴക്കായിരുന്നു അനുമോളും അനീഷും. ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയ നാൾ തന്നെ അനുമോൾ നല്ല ഇംപ്രഷനുള്ള അനീഷ് നൽകിയത്. ഹൗസിലേക്ക് ആദ്യം കയറിയത് അനീഷായിരുന്നു, രണ്ടാമത് അനുമോളും. അനീഷിനെ അനുമോൾക്ക് മനസ്സിലായില്ല. മത്സരാർത്ഥിയാണോ എന്ന് അനീഷിനോട് അനുമോൾ ചോദിക്കുന്നു. എന്നെ മനസ്സിലായില്ലേ എന്നാണ് അനീഷുള്ള മുറിയിലേക്ക് കടക്കാൻ ആദ്യം അനുമോളെ അനീഷ് സമ്മതിച്ചില്ല. ബിഗ് ബോസ് ആരെയും ഇതിനകത്ത് കയറ്റരുതെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് മറുപടി നൽകി അനുമോൾ അകത്തേക്ക് വന്നു. അനുമോളെ നേരിട്ട് കാണുമ്പോൾ സ്ക്രീനിൽ കാണുന്ന അത്ര സൗന്ദര്യമില്ലെന്ന് അനീഷ് പറഞ്ഞു. ആണോ എന്നായിരുന്നു അനുമോളുടെ മറുപടി. അന്ന് പറയുന്ന കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് അനീഷ് സഹമത്സരാർത്ഥികളെ അലസോരപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് അനീഷ് ആകെ മാറി. പക്ഷേ ഗെയിം അനീഷ് മറക്കുന്നു എന്ന അഭിപ്രായമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.